നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി കണ്ടാലോ? കോട്ടയം സ്റ്റൈൽ മീൻകറി ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഓർക്കാപ്പുളി ഇട്ടിട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അപ്പോൾ ആദ്യം തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം, തേങ്ങ അരയ്ക്കുന്നതിൽ ഞാൻ കുറച്ച് ഉണക്കമുളകും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അരച്ചത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് പിന്നെ അടുപ്പ് കത്തിക്കാൻ കേട്ടോ. ഗ്യാസിന് വില കൂടിയത് കാണുന്നൊന്നുമില്ല, ഞങ്ങൾ ഓൾറെഡി അടുപ്പിൽ തന്നെ കേട്ടോ ഉപയോഗിക്കുക. പിന്നെ ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് നല്ല പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മളെ ഓർക്കാപ്പുളി ഇട്ടിട്ട് നല്ലൊന്ന് വേവിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കി നല്ലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടോ മീനിട്ടതിന് ശേഷം നല്ലോണം വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടോ. ആ ടൈമിൽ ഞാൻ കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിരുന്നേ, അത് ഉപ്പിലിടാനുള്ള പരിപാടി നോക്കിയിട്ടോ. അതാ ചാമ്പയ്ക്ക സുർക്ക ഒഴിച്ചിട്ടാണ് കേട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ട് എരിവൊന്നും ഇട്ടില്ല മക്കളെടുത്ത് കഴിക്കുന്ന കാരണം കേട്ടോ. ചാമ്പയ്ക്ക അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിതാ മീൻകറിയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടോ. മീൻകറി നന്നായി മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ വേപ്പിൻ്റെ ഒട്ടിച്ചിട്ട് കറി ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ ഇത് കോട്ടയം സ്റ്റൈൽ മീൻകറി ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ അറിയില്ല, കമൻറ്റ് ചെയ്യണേ.